ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം, എഴുതാം. അവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. പാരഗ്രാഫ് ആദ്യം വായിക്കാം. ഓരോ വിളവിലെയും നെല്ലിൽ ഒരു ഭാഗം അടുത്ത കൊല്ലം വിതയ്ക്കുന്നതിനായി കൃഷിക്കാർ വിത്തായി നീക്കിവെക്കുന്നു. വിത്തിന് കരുതുന്ന നെല്ല് പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കടുപ്പമുള്ള മണ്ണിളക്കിയാണ് അടുത്ത കൃഷി ആരംഭിക്കുന്നത്. 1-2 മഴ പെയ്ത് തറയ്ക്ക് ഈർപ്പം കിട്ടുമ്പോൾ മണ്ണിളക്കുന്ന പണി തുടങ്ങുന്നു. മഴ ഉണ്ടായില്ലെങ്കിൽ സമീപത്തുള്ള കുളങ്ങളിലെയോ പുഴകളിലെയോ വെള്ളം ചാലുകളിൽ കൂടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട്. നുകവും കലപ്പയും വെച്ച് കെട്ടിയ കന്നുകാലികളെ നടത്തി നിലമുഴുത് മണ്ണിളക്കുകയാണ് പതിവ്. ചില പ്രദേശങ്ങളിൽ കടുപ്പം കൂടിയ മണ്ണ് തൂമ്പ കൊണ്ട് കിളച്ച് മറിച്ചതിന് ശേഷമേ ഉഴവ് നടത്തുകയുള്ളൂ. ഇങ്ങനെ മണ്ണിളക്കി കട്ടയുടച്ച് നിലമൊരുക്കി കഴിഞ്ഞാൽ വിതയ്ക്കുന്ന കാലമായി. ചാണകപ്പൊടിയും ചാരവും വിത്തും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഓരോ നുള്ളു വീതം തുടരെ ഉഴവ് ചാലിലിട്ട് മണ്ണുകൊണ്ട് മൂടുന്നു. സാധാരണയായി മീനം, മേടം എന്നീ മാസങ്ങളിലെ കൃഷിക്കാണ് ഇപ്രകാരം വിത്ത് വിതയ്ക്കുന്നത്. ഇതാണ് തന്നിരിക്കുന്ന പാരഗ്രാഫ്. അവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിതയ്ക്കാനുള്ള നെല്ല് സൂക്ഷിക്കുന്ന വിധം ഏതാണ്? 4 ഓപ്ഷൻ തന്നിരിക്കുന്നത്: എ. പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. ബി. പത്തായത്തിൽ അടച്ച് സൂക്ഷിക്കുന്നു. സി. നനച്ച് മുണ്ടിൽ കെട്ടി സൂക്ഷിക്കുന്നു. ഡി. പാടങ്ങളിൽ സൂക്ഷിക്കുന്നു. ശരിയായ ഉത്തരം ഏതാണ്? എ. പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: മഴ ഉണ്ടായില്ലെങ്കിൽ സമീപമുള്ള കുളങ്ങളിലെയോ പുഴകളിലെയോ വെള്ളം ചാലുകളിൽ കൂടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട്. തന്നിരിക്കുന്ന വരിയുടെ ആശയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എ. വയലുകൾക്ക് അടുത്താണ് പുഴകൾ. ബി. കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ്. സി. പുഴയിലും കുളത്തിലും വെള്ളമുണ്ട്. ഡി. വെള്ളം ചാലുകളിൽ കൂടി ഒഴുകുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? ബി. കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ്. അതാണ് അങ്ങനെ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മീനം, മേടം മാസങ്ങളിലെ വിത്തിന് ഒപ്പം ചേർക്കുന്നത്. 4 ഓപ്ഷൻസ് വായിക്കാം. എ. ചാണകപ്പൊടിയും ചാരവും. ബി. മണലും ചാരവും. സി. ചാണകപ്പൊടിയും പച്ചിലയും. ഡി. പച്ചിലയും ചാരവും. ശരിയായ ഉത്തരം ഏതാണ്? ചാണകപ്പൊടിയും ചാരവും. നാലാമത്തെ ചോദ്യം: മഴ പെയ്യുമ്പോൾ മണ്ണിളക്കുന്ന പണി ആരംഭിക്കും. മഴ കൊണ്ട് മണ്ണിനുണ്ടാകുന്ന ഗുണം എന്താണ്? 4 ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. എ. മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിക്കുന്നു. ബി. കല്ലുകൾ തെളിഞ്ഞു വരുന്നു. സി. മണ്ണിൻ്റെ കാഠിന്യം കുറയുന്നു. ഡി. മണ്ണിൽ വെള്ളം കെട്ടി നിർത്താൻ സാധിക്കുന്നു. ഉത്തരം മണ്ണിൻ്റെ കാഠിന്യം കുറയുന്നു. അടുത്തത് പഴഞ്ചൊൽ വിശകലനം എന്ന ചോദ്യമാണ്. അതിലെ എ. തിന വിതച്ചാൽ തിന കൊയ്യും, വിന വിതച്ചാൽ വിന കൊയ്യും. ഗ്രാമത്തിന് ഐശ്വര്യമേകുന്ന കാർഷിക പ്രവൃത്തികൾ ഗ്രാമശ്രീകൾ എന്ന പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടു. തന്നിരിക്കുന്ന പഴഞ്ചൊല്ല് വിശകലനം ചെയ്ത് ഗ്രാമശ്രീകൾ എന്ന പാഠത്തിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതുക. ബി. ദേശക്കുമ്മാട്ടികളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കി ചായം കൊടുക്കും. പാർപ്പടക പുല്ല് ചെറുപ്പക്കാർ തലേദിവസം ശേഖരിക്കും. 3. കാഴ്ചക്കാരുടെ സാന്നിധ്യത്തിൽ കുമ്മാട്ടി വേഷം കെട്ടും. ഇതിൽ ശരിയായ ഉത്തരം ബി ഓപ്ഷനാണ്. 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സി. കാര്യകാരണ ബന്ധം നോക്കി ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം: 14 ദിവസം മഞ്ഞിലും വെയിലിലുമിട്ട് ഉണക്കുന്നു. കാരണം: വിത്തിന് സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാകുവാൻ. പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി അതിന് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 3A ചോദ്യം ഇതാണ്: നോട്ടീസ് തയ്യാറാക്കാൻ. വിദ്യാലയത്തിലെ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ വിത്ത് പരിപാലനം എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി അവബോധ ക്ലാസ് സംഘടിപ്പിക്കുന്നു. കൃഷി ഓഫീസറാണ് ക്ലാസ് നയിക്കുന്നത്.
തലക്കെട്ട്, തീയതി, സമയം, കാര്യപരിപാടി, പങ്കെടുക്കുന്നവർ എന്നിവ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: പോസ്റ്റർ തയ്യാറാക്കാൻ. ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലെ നാടൻ കലാസംഘം കുമ്മാട്ടിക്കളി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് തലക്കെട്ട്, പോസ്റ്റർ വാചകം, തീയതി, സമയം, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കുക. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായി എഴുതാൻ കഴിയുന്ന ഉത്തരം തിരഞ്ഞെടുക്കാം. അടുത്തത്, ചുവടെ കൊടുത്ത 4A, 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ഒന്നാമത്തേത് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വിത്ത് സംരക്ഷിക്കുന്നതിൽ ചെറുവയൽ രാമൻ്റെ രീതികൾ മാതൃകാപരമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ 4B കുറിപ്പ് തയ്യാറാക്കാനാണ്. വിത്ത് ഒരത്ഭുതമാണ്. പരമ്പരാഗത രീതിയിൽ വിത്ത് ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് കൃഷി ചെയ്യുന്നതിലെ മെച്ചങ്ങളും പരിമിതികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 5 വിവരണം. നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം. വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠത്തിൽ വിവിധ ഇനം കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് പരിചയമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട വിത്തു ശേഖരണം, സൂക്ഷിക്കൽ, നടീൽ രീതി, പരിപാലനം എന്നിവ വിശദീകരിച്ചുകൊണ്ട് വിവരണം തയ്യാറാക്കുക. 6ാമത്തെ ചോദ്യം, ആസ്വാദനക്കുറിപ്പ്. ചോറ് എന്ന കവിത അവിടെ തന്നിട്ടുണ്ട്. വിതയ്ക്കാൻ ആളെ കിട്ടിയില്ല, വിതച്ചത് കൊയ്യാനും. കൊയ്ത്ത് കാണാൻ വരുന്നില്ല കൊറ്റികൾ, വരമ്പത്ത് കൊഴിഞ്ഞ വേദനകൾ പെറുക്കാൻ കുനിഞ്ഞില്ല വെയിൽ. മെതിക്കാൻ ആളെ കിട്ടിയില്ല, മെതിച്ചത് പാറ്റാനും. കൊത്തിപ്പെറുക്കാനും കൊത്തിപ്പാറാനും എത്തി നോക്കിയില്ല കോഴികൾ. മോഹനകൃഷ്ണൻ കാലടി. ഇദ്ദേഹം എഴുതിയ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ കൃഷിയെയും ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ കർഷകരെയും പരിചയപ്പെട്ടു. ചോറ് എന്ന കവിതയിലെ കൃഷി അനുഭവങ്ങളുമായി അവയെ ബന്ധപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഫസ്റ്റ് ടൈമിലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾക്കനുസരിച്ച് എല്ലാ കുട്ടികൾക്കും വിശദമായും വ്യക്തമായും ഉത്തരങ്ങൾ എഴുതാൻ കഴിയട്ടെ. താങ്ക് യു.